ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കർക്കിടക 18 കുടകിൽ വെക്കുന്ന പ്രത്യേകമായ പായസത്തിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഈ ഇല വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ഇതാണ് കർക്കിടക സ്പെഷ്യൽ ഇല എന്ന് പറയുന്ന ഒരു തരം ചപ്പാണ്. ഇത് കൂടുതലും നമ്മുടെ കർണാടക സൈഡ് ഭാഗത്തേക്കാണ് കൂടുതൽ വെച്ച് വരുന്നത് കാണുക. ആദ്യം ഈ ഇല കഴുകി വൃത്തിയാക്കിയെടുക്കണം. നിറയെ മണ്ണുകളും ഒക്കെ ഉണ്ടാവും. മഴയായതുകൊണ്ട് മണ്ണ് തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ നല്ല കഴുകി വൃത്തിയാക്കിയാണ്. ഇതിൻ്റെ നമ്മൾ കൊമ്പും ഇലകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ഇത് തിളപ്പിച്ച് ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളതിൻ്റെ ശാഖകളൊന്നും കളയേണ്ട ആവശ്യമില്ല. തണ്ട് തന്നെ വേണം. അമ്മ പുഴു കടിച്ച ഇലകളൊക്കെ സെപ്പറേറ്റ് മാറ്റുന്നുണ്ട്. നല്ല കഴുകി മണ്ണ് കളയണം. എല്ലാം കഴിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒരുവിധം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഇല മൊത്തത്തോടെ ഇട്ട് കൊടുക്കണം. തണ്ടും ഇലകളും അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇപ്പം നിറഞ്ഞിരിക്കുന്നത് നോക്കണ്ട, കാരണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇല ചുങ്ങുകയും ചെയ്യും. അതിനുശേഷം നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു വയലറ്റ് കളറിലാവും നമ്മുടെ വെള്ളം. അതിനുശേഷം നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള കുത്തരിയുടെ പച്ചരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇവിടെ 1/2 കിലോ പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല കുക്കറിൽ വെള്ളം, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കണം. ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. നല്ല അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കണം. കണ്ടോ, നല്ല ഉജാല കളറിലാണ് ഈ ചപ്പ് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുക. വളരെ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണിത്. 18 തരം ഔഷധങ്ങളുടെ ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ കർക്കിടക മാസം 18 ദിവസം മാത്രമേ ഇത് തിളപ്പിച്ച് ഉപയോഗിക്കാവുള്ളൂ. നമുക്ക് 18-ാം തീയതി തന്നെ തിളപ്പിച്ചിട്ട് പിന്നെ പല സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് അടയുണ്ടാക്കാം. അതുപോലെ നമുക്ക് പ്ലേറ്റ് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ 18-ാം തീയതി മാത്രം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുള്ളൂ. അരിയെല്ലാം നല്ല ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കാൻ വെക്കണം. ഏകദേശം ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പായസത്തിന് വേണ്ട തേങ്ങ ചിരണ്ടണം. ഇവിടെ ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തേങ്ങ നല്ല ചിരണ്ടി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് തേങ്ങാപ്പാൽ 4 വിസിൽ വെച്ച് അരി നല്ല വെന്തിട്ടുണ്ടാവും. തേങ്ങാപ്പാലിൻ്റെ പിഴിയാൻ നമുക്ക് മരുന്ന് ചപ്പിൻ്റെ വെള്ളം ഒഴിണി ഉപയോഗിക്കാം. ഞാനിവിടെ ചെറു ചൂടുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തണുപ്പ് കാലമല്ലേ, അപ്പം തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ സുഖം ചെറു ചൂടുവെള്ളത്തിലാവുമ്പം നമുക്ക് അരിക്കുന്ന സമയത്ത് അരിപ്പയിലൊന്നും അധികം ഒട്ടുകയില്ല. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടാൽ നമുക്ക് വേഗം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ സുഖമായിരിക്കും. കുക്കറിൽ നല്ല അരി വെന്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. കാരണം തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കുമ്പോൾ ഈ പാത്രത്തിൽ മതിയാവില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല
ഉടച്ചെടുക്കണം അരി. ഇതിന് ശേഷം നമുക്ക് വെല്ലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കിലോ വെല്ലമാണ് 1/2 കിലോ അരിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. വെല്ലം നമുക്കിതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. അതിന് ശേഷം നല്ല കൂട്ടി യോജിപ്പിക്കാം. വെന്ത ചോറിലെ കട്ടകളുണ്ടാവും, ആ കട്ടകളൊക്കെ ഉടച്ചെടുക്കുക. തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ. കാരണം നമ്മൾ ഓൾറെഡി തിളച്ച് വെച്ച വെല്ലമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളവും നമ്മളിനി കട്ടി കൂടിയാൽ നമുക്കതിനകത്തേക്ക് സാമാന്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല കട്ടകൾ ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഇളക്കി യോജിപ്പിക്കാം. ഇനിയും കൂടുതൽ നമുക്ക് ലൂസ് വേണമെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഇനിയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ഈ ചപ്പിൻ്റെ പായസം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചമർപ്പോ നമുക്ക് കയ്പോ ഒന്നും തോന്നില്ല. നല്ല ഗുണമാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഓപ്ഷണലായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി ഇടാവുന്നതാണ്. അധികമായിട്ട് തേങ്ങാക്കൊത്ത് ഇടാം, തേങ്ങ ചിരണ്ടി ഇടാം. അവസാനം നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ച് പായസത്തിലോട്ട് ചേർത്ത സ്വാദിഷ്ടമായ കർക്കിടക പായസം റെഡി. വളരെ ഔഷധ ഗുണമുള്ള ഈ പായസം എല്ലാവർക്കും നല്ലതാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മൂപ്പിച്ചിടുന്നത് ഓപ്ഷണലാണ്. ഇല്ലാത്തവർക്ക് അല്ലാണ്ട് അങ്ങനെയും കുടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് മൂപ്പിച്ചിടുന്നുണ്ട്. നല്ല സ്വാദിഷ്ടമായ കർക്കിടക പായസം റെഡി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.